ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ച് ഡൽഹി കലാപക്കേസ് പ്രതി ഷർജീൽ ഇമാം. കലാപത്തിന്റെ ഗൂഢാലോചന കേസിൽ 2020 നവംബറിൽ അറസ്റ്റിലായ ഷർജീൽ ഇമാം 5 വർഷമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനും പ്രചാരണം നടത്തുന്നതിനും നവംബർ 16 വരെ ജാമ്യം അനുവദിക്കണമെന്നാണ് വിചാരണ കോടതിയിൽ നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെടുന്നത്. ഷർജീൽ ഇമാം ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. എന്തായാലും ഷർജീൽ ഇമാം മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ച് ഡൽഹി കലാപക്കേസ് പ്രതി ഷർജീൽ ഇമാം എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ജിഷ്ണു കൃഷ്ണനിലേക്ക് പോവുകയാണ്. ജിഷ്ണു, ഷർജീൽ ഇമാമിന്റെ നീക്കം അത് ഈ ഘട്ടത്തിൽ എങ്ങനെ കാണാം ജിഷ്ണു? രാഖി, 2020 ഡൽഹി കലാപത്തിൽ അതിന്റെ ഗൂഢാലോചന കേസിലാണ് ഷർജീൽ ഇമാമും ഉമ്മർ ഖാലിദും ഉൾപ്പെടെ നിരവധി പേരെ അന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനോടകം തന്നെ നിരവധി തവണ വിവിധ രീതിയിൽ ജാമ്യത്തിനുള്ള ശ്രമം ഷർജീൽ ഇമാമിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വിചാരണ കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചു. വിചാരണ കോടതി ജാമ്യം തള്ളി. ഡൽഹി ഹൈക്കോടതിയിൽ ഈ പ്രായം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒപ്പം ഈ കേസിലെ പങ്ക് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചു. ഡൽഹി ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളി. നിലവിൽ സുപ്രീം കോടതിയിലാണ് ജാമ്യാപേക്ഷ ഉള്ളത്. സുപ്രീം കോടതിയിൽ പോലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഷർജീൽ ഇമാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്ന ആവശ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിചാരണ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അതിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനും പ്രചാരണത്തിനും വേണ്ടി മുൻപും ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് കോടതി, അത് വിചാരണ കോടതി ഇടപെട്ടുകൊണ്ടും ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടും ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ള മുൻകാല ചരിത്രമുണ്ട്. അക്കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനും പ്രചാരണം നടത്തുന്നതിനും ഇടക്കാല ജാമ്യം നൽകണം. അതായത് ഈ മാസം ഈ ഒരു സമയം മുതൽ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന നവംബർ 16 വരെയുള്ള തീയതിയിൽ ഈ സമയങ്ങളിൽ ഇടക്കാല ജാമ്യം അനുവദിക്കണം. അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിചാരണ കോടതിയെ ഷർജീൽ ഇമാം സമീപിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്നിട്ടുള്ള സമരം രാജ്യത്തെ മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി അവരുടെ പൗരത്വം നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് ഡൽഹിയിൽ ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമരം നടക്കുകയും ആ സമരം 48 മണിക്കൂറിലധികം നീണ്ടുന്ന കലാപത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരുന്നു. ഷർജീൽ ഇമാം ഉൾപ്പെടെയുള്ളവർ ആ കലാപം ആളിക്കത്തിക്കുന്നതിന് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയെന്നും ഗൂഢാലോചന നടത്തിയെന്നും കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു 2020 നവംബറിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് 5 വർഷത്തോളം ഷർജീൽ ഇമാം ഉൾപ്പെടെയുള്ളവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. നിരവധി തവണ ജാമ്യത്തിന് വേണ്ടി കോടതികളെ സമീപിച്ചിരുന്നെങ്കിലും അതെല്ലാം തള്ളിയ സാഹചര്യത്തിലാണ് നിലവിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടക്കാല ജാമ്യത്തിന് ഷർജീൽ ഇമാം ശ്രമിക്കുന്നത്. ജിഷ്ണു, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഡൽഹി കലാപക്കേസ് പ്രതി ഷർജീൽ ഇമാം എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.